നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മുന്താ എടാ, നീ എനിക്ക് ആദ്യം കാണിച്ച വണ്ടിയില്ലേ ഒരു ബ്ലാക്ക്? ആ ബ്ലാക്ക് വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. വിനയാ, ബെസ്റ്റ് മുതലാ, സിംഗിൾ ഓണർ, നല്ല മൈലേജും ഉണ്ട്, അധികം ഓടിയിട്ടുമില്ല. വാ നമുക്ക് ആ വണ്ടി നോക്കാം. മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞതാ. അതെയാ? നോക്ക്. എല്ലാം നല്ല കണ്ടീഷനാ. ഇത് നമുക്ക് ലാസ്റ്റ് എത്രക്ക് കിട്ടും? ഞാൻ പറഞ്ഞില്ലേ വിനയ, നീ ആയതുകൊണ്ട് ലാസ്റ്റ് പ്രൈസാ പറഞ്ഞേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല 3 ലക്ഷം. അത് ശരി. ഇതിപ്പോ GST ഒക്കെ കുറഞ്ഞിട്ടും യൂസ്ഡ് കാറിന് ഓഫറൊന്നുമില്ലേ? അതുകൊണ്ടായി ഈ വണ്ടിക്ക് ഇപ്പൊ 3 പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു 3.25 പറഞ്ഞ് 3.5 കച്ചവടം ഉറപ്പിക്കേണ്ട മുതലാ. എന്റെ കയ്യിലിപ്പോ ക്യാഷ് ആയിട്ടൊരു 75,000 രൂപ ആണ്. ബാക്കി 2 ലക്ഷം ലോൺ ഇടാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കച്ചവടം ഉറപ്പിക്കാം. 2.25 ലക്ഷത്തിന്. അതൊക്കെ മതിയടാ. ഞാനിത് കുറച്ചു നാൾ കൊണ്ടു നടന്നിട്ട് നിനക്ക് തന്നെ തിരിച്ചു തരും. എന്നിട്ട് നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് തന്നെ ഞാൻ പുതിയൊരു വണ്ടി എടുക്കും. ശരി, നമുക്ക് ചീഫുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. പോരെ? പിന്നെ എടാ, എനിക്ക് വണ്ടി ഇന്ന് തന്നെ കൊണ്ടുപോകണം. 75,000 തന്ന് ഒരു എഗ്രിമെന്റ് ചെയ്താൽ വണ്ടി ഇന്ന് തന്നെ വിട്ടുതരാവോ? വണ്ടി പോളിഷൊക്കെ കഴിഞ്ഞ് നടക്കുക. ലോണിന്റെ പേപ്പേഴ്സ് ഒക്കെ ശരിയായാലേ സാധാരണ വണ്ടി വിട്ടു കൊടുക്കാറുള്ളൂ. ലോണിന്റെ പേപ്പേഴ്സ് 2 ദിവസം കഴിഞ്ഞിട്ട് റെഡിയാക്കിയാലും മതി. ചിലപ്പോൾ ഞാൻ 2 ലക്ഷം ക്യാഷ് ആയിട്ട് തന്നെ തരും. അപ്പൊ പിന്നെ ലോണിന്റെ ആവശ്യമില്ലല്ലോ. ഒരു കണക്കിന് അതാ നല്ലത്. പഴയ വണ്ടിക്ക് ഇൻട്രസ്റ്റ് കൂടുതലാ. ആദ്യം നീ ഒരു കാര്യം ചെയ്യും, ഇന്നൊരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് വണ്ടി വിട്ട് തരാൻ പറ്റുമെന്ന് ചീഫിനോടൊന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നല്ല ദിവസാ. വിനയം വാ, നമുക്ക് ഒരുമിച്ച് ചീഫിനോട് സംസാരിക്കാം. നിന്റെ വാചകത്തിൽ വീഴാത്ത ഒരു ചീഫും ഇല്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു വലിയ വണ്ടി എടുക്കണം. എന്താ, ബസ്സോ? അല്ലടാ, വലിയ കാറ്. ചിരു, ആരെങ്കിലും നിന്നെ വിളിച്ചോ ചിരു? അല്ല, കുറച്ച് ദിവസമായിട്ട് നീ ഫോണിൽ നോക്കാറില്ലായിരുന്നല്ലോ. വിളിച്ചാൽ ഞാൻ എടുക്കില്ലെന്നറിയാം. അതുകൊണ്ട് മെസ്സേജും ഫോട്ടോയൊക്കെ അയച്ചു തന്നിരിക്കുക. ആര്? വിനയനോ? വേറെ ആരാ ചേച്ചി? ഓരോ വേഷം കെട്ട്. ഇപ്പൊ ഒരു കാറിന്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ അയച്ചിരിക്കുക. ആഹാ, നോക്കട്ടെ. ഇങ്ങെടുത്തേ. സ്വന്തം കാറ് പോലെയാണല്ലോ നിൽപ്പ്. ഇനി ഇതാവുമ്പോ വാങ്ങിച്ചതായിരിക്കുവോ ചിരു? അതിനെ എന്ത് കൊടുത്ത് വാങ്ങിക്കാനാ ചേച്ചി? എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ട് കാലം കുറയായി. എങ്കിലും അവൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ നാട്ടു നടപ്പ് പോലെ ചെയ്തതല്ലേ ചിരു? ഹോസ്പിറ്റലിലെ കാശ് അടച്ചത് എങ്ങനെയാണെന്ന് ചേച്ചിക്ക് അറിയാലോ. അനുചേച്ചിയെ കേസിൽ നിന്ന് രക്ഷിച്ചതിന് ഇന്ദ്രേട്ടൻ അയാൾക്ക് കൊടുത്തതാ 1.5 ലക്ഷം രൂപ.
ആ സമയത്ത് അവൻ അങ്ങനെ ഒരു കാശ് കിട്ടാനുള്ള യോഗം ഉണ്ടായല്ലോ. അതിനെ യോഗമെന്നൊന്നും പറയാൻ പറ്റില്ല ചേച്ചി, ചൂഷണോ. അറിയാവുന്ന ജോലി വെച്ചിട്ട് ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്താ ആരെങ്കിലും ഇത്രയും വലിയ പ്രതിഫലം വാങ്ങിക്കോ? അതും ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കയ്യിൽ നിന്ന്. പിന്നെ പ്രസവ ചെലവിന് ഇവിടെ കൊണ്ടുവന്ന 1.5 ലക്ഷം രൂപ അമ്മയുടെ സ്വർണം പണയം വെച്ചുണ്ടാക്കിയതാ. അത് അമ്മ വന്നപ്പോ എന്നോട് സൂചിപ്പിച്ചു. ആ പാവ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾക്ക് പോകുമ്പോ ഇടാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന മാലയാ. എല്ലാ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചീരു. ഏതായാലും സ്വർണത്തിന് വില കൂടിയതുകൊണ്ട് സാധാരണക്കാർക്ക് പണയം വെച്ച് കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യമുണ്ട്. പണയം വെച്ചാൽ മാത്രം പോരല്ലോ ചേച്ചി, അത് തിരിച്ചെടുക്കണ്ടേ? ഒരു ജോലിയും ചെയ്യാതെ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ആ വിനയൻ അതിനൊക്കെ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. അല്ല, നീ വോയിസ് മെസ്സേജ് ഒന്ന് കേട്ടു നോക്കിയേ, എന്താ കാര്യം അറിയാലോ. അത് വേണോ ചേച്ചി? ഞാനത് കേട്ടു എന്ന് മനസ്സിലായ ഉടനെ അടുത്ത മെസ്സേജ് വരും. അതിന്റെ പുറകെ പിന്നെ വിളിക്കാനും തുടങ്ങും. എടി വിളിച്ചാ നീ എടുക്കണ്ട, ഈ മെസ്സേജിന് മറുപടിയും കൊടുക്കണ്ട. എടി അവന്റെ കാറിന്റെ മുമ്പിലുള്ള അഭിനയം എന്തിനാണെന്ന് അറിയാലോ. ശരി, കേട്ടു നോക്കാം.